എക്സ് ലവർ തിരിച്ചു വരാൻ, നമ്മുടെ ലവർ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി യെസ് പറയാൻ, അതുപോലെ ലോൺ അപ്രൂവ് ആവാൻ, വിസ അപ്രൂവ് ആവാൻ, നമുക്ക് സെലക്ഷൻ ഒരു ജോബിൽ സെലക്ഷൻ കിട്ടാൻ, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു വിസ്പർ ടെക്നിക് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. മറ്റുള്ള ആളുകളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് വിസ്പർ ടെക്നിക് എന്നുള്ളത്. വിസ്പർ അതായത് സ്വകാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു ആളിൽ നിന്നും കാര്യം സാധിക്കുകയാണ് ചെയ്യണത് ഈ ഒരു മെത്തേഡിലൂടെ. വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് നമുക്ക് എക്സ് ലവർ തിരിച്ചു വരാൻ, നമ്മുടെ ലവർ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി യെസ് പറയാൻ, അതുപോലെ ലോൺ അപ്രൂവ് ആവാൻ, വിസ അപ്രൂവ് ആവാൻ, നമുക്ക് സെലക്ഷൻ ഒരു ജോബിൽ സെലക്ഷൻ കിട്ടാൻ, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു വിസ്പർ ടെക്നിക് എന്നുള്ളത്. ഇത് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക, കംഫർട്ടബിൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആരിൽ നിന്നാണോ കാര്യം സാധിക്കാനുള്ളത് ആ വ്യക്തി ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇരിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പോയി നമ്മൾ ആ ഒരു റൂമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ വ്യക്തിയുടെ ചെവിയിൽ നമ്മൾ പോയി നമുക്ക് വേണ്ട കാര്യം 3 തവണ പറയാം. ഇതാണ് ഈ ഒരു ടെക്നിക്ക്. വളരെ സിമ്പിൾ ടെക്നിക്കാണിത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യക്തികളാണ് ഇൻവോൾവ് ആവുന്നത്. നമ്മളും നമുക്ക് ആരുടെ അടുത്ത് നിന്നാണോ കാര്യം സാധിക്കേണ്ടത് ആ വ്യക്തിയും, അല്ലെ? അപ്പൊ ആ വ്യക്തിയുടെ ആ ഒരു എന്താ പറയാ ഒരു ചലനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിസ്പർ ടെക്നിക്ക് വളരെ രസകരമായിട്ടുള്ളതാണ്. ഭയങ്കര കൗതുകം നിറഞ്ഞൊരു ടെക്നിക്കാണ് ഈ പറയുന്ന വിസ്പർ ടെക്നിക്ക് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പറയേണ്ടതെന്നും നമുക്ക് കാണാം. ആദ്യം നമുക്ക് എക്സ് ലവറിന്റെ കാര്യം എടുക്കാം. എക്സ് ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയതോ അല്ലെങ്കിൽ എന്ത് ചെറിയ പിണക്കങ്ങളോ ഒക്കെ ആയിരിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല. അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമല്ലോ, ആ വ്യക്തിയെ തന്നെ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു എക്സ് ലവറെ തിരിച്ചു വിളിക്കാനുള്ള ഒരു മെത്തേഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് ഇതിലും നല്ലൊരു വ്യക്തിയെ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ തരും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുക. അപ്പോൾ എക്സ് ലവറിനെ തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, ഈ വീഡിയോ കാണുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം അറിയുക ആ വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹമാണോ. ഇതുപോലെ അതിനേക്കാൾ നല്ല സ്നേഹിക്കാൻ കഴിയുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടാമത്തെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഈ വ്യക്തിയെ തന്നെ വേണോ അതോ എനിക്ക് ഇതിലും നല്ലത് യൂണിവേഴ്സ് കൊണ്ടുതരുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ എക്സ് ലവറിനെ നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാം ആൻഡ് ക്വൈറ്റ് പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് ആ വ്യക്തി ഇപ്പോൾ വീട്ടിലിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. ഒരു സോഫയിലോ ബെഡിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, അങ്ങനെ ഇരുന്നതിന് ശേഷം അപ്പോൾ അവര് ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ ചെവിയിൽ പോയിട്ട് കോൾ മീ ഓർ ടെക്സ്റ്റ് മീ, കോൾ മീ ഓർ ടെക്സ്റ്റ് മീ, എന്നെ വിളിക്കൂ, എനിക്ക് മെസ്സേജ് അയക്കൂ, കോൾ മീ വിത്ത് ലവ് എന്ന് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോൾ മീ വിത്ത് ലവ്, ടെക്സ്റ്റ് മീ വിത്ത് ലവ് എന്ന് പറഞ്ഞ് നിങ്ങൾ 3 തവണ ഈ ഒരു കാര്യം പറയുക. അങ്ങനെ പറയുമ്പോൾ അവര് ചിരിച്ചുകൊണ്ട് യെസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോഡ് ചെയ്യുന്നതായിട്ടൊന്ന് തല കുലുക്കി സമ്മതിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിതിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിതിൻ അവേഴ്സ് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു അവിടെ പോയി ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ വ്യക്തി നമ്മുടെ അടുത്ത്, അതായത് നമ്മൾ ഈ സ്വകാര്യം പറയുമ്പോൾ കോൾ മീ ഓർ ടെക്സ്റ്റ് മീ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചിരിച്ചുകൊണ്ട് നമ്മൾ യെസ് എന്ന് ആ വ്യക്തി പറയുന്നത് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട എക്സ് ലവറിന് വേണ്ടി ചെയ്യേണ്ട ടെക്നിക്ക് എന്നുള്ളത്. ഇനി ലവർ ആണെങ്കിൽ ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതായത് നമ്മൾ റിലാക്സ് ചെയ്ത പൊസിഷനിൽ ഇരിക്കുന്നു, ആ വ്യക്തി വീട്ടിലിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഓഫീസിലോ വീട്ടിലോ എവിടെ വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ പതുക്കെ ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. ആ വ്യക്തിയുടെ ചെവിയിൽ, അപ്പൊ ആ ചെവി അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ചെവിയിൽ നമ്മൾ സ്വകാര്യം പറയാണ്, സേ യെസ് ടു മീ, എന്നോട് യെസ് പറയൂ, സേ യെസ് ടു മീ, സേ യെസ് ടു മീ, ഇങ്ങനെ 3 തവണ പറയാ. അപ്പൊ അവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ യെസ് എന്ന് പറഞ്ഞ് തലയാട്ടുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതാണ് ലവറിന്റെ കേസിൽ നമുക്ക് പറയാനുള്ള കാര്യം. ഈ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അപ്രൂവ് ആവാനുള്ളതാണ്. അപ്പൊ ലോൺ അപ്രൂവ് ആവാൻ എന്താണ്, ബാങ്ക് മാനേജറാണ് നമുക്ക് ലോൺ അപ്രൂവ് ചെയ്ത് തരേണ്ടത്, അല്ലേ?
ബാങ്ക് മാനേജർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഓഫീസ്, ആ ഒരു ബാങ്കിൽ അദ്ദേഹത്തിന്റെ റൂം ഉണ്ടാവുമല്ലോ, ആ റൂം ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ക്വയറ്റ് പൊസിഷനിലേക്ക് പോയിട്ട് നിങ്ങൾ റിലാക്സ് ആയി ഇരുന്നുകൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആ ഒരു ബാങ്കിന്റെ അദ്ദേഹത്തിന്റെ ആ റൂമിലേക്ക് കടന്ന് ചെല്ലാനായിട്ട് ഇമാജിൻ ചെയ്യുക. ചെവിയിൽ പോയിട്ട് ഗ്രാൻഡ് മീ ലോൺ അല്ലെങ്കിൽ ഗീവ് മീ ലോൺ, ആ ലോൺ എനിക്ക് തരൂ, ലോൺ എനിക്ക് തരൂ, ലോൺ എനിക്ക് തരൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കാർ ലോൺ ആണെങ്കിൽ കാർ ലോൺ, വീടിന്റെ ലോൺ ആണെങ്കിൽ അങ്ങനെ എന്താണോ പറയാനുള്ളത് അത് വേണമെങ്കിൽ സ്പെസിഫിക് ആക്കാം. ഓക്കെ, അങ്ങനെ 3 തവണ പറയാ. ആ ബാങ്ക് മാനേജരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്മൈൽ ചെയ്തുകൊണ്ട് എന്താ പറയാ തല കുലുക്കുന്നതായിട്ട്, ഓക്കെ, യെസ് എന്നുള്ള അർത്ഥത്തിൽ തല കുലുക്കുന്നതായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ വളരെ സന്തോഷത്തോടെ വരുന്നു. ഓക്കെ, ഇതാണ് ലോൺ അപ്രൂവ് ആയതിനായിട്ടുള്ള കാര്യം. വിസ അപ്രൂവലും ഇത് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ അറിയാലോ, അവിടെ പോകുമ്പോൾ ആരായിരിക്കും നിങ്ങൾക്ക് വിസ അപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സമയത്തും ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസ്, അവരുടെ ഓഫീസ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ പതുക്കെ കടന്നു ചെല്ലുന്നതായിട്ടും ചെവിയിൽ ഇതുപോലെ എന്താ പറയാ, നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചെവിയിൽ, അദ്ദേഹത്തിന്റെ ചെവിയിൽ പോയി പറയാണ്, അപ്രൂവ് മൈ വിസ, അപ്രൂവ് മൈ വിസ, അപ്രൂവ് മൈ വിസ, എന്റെ വിസ അപ്രൂവ് ചെയ്യൂ, എന്റെ വിസ അപ്രൂവ് ചെയ്യൂ, എന്റെ വിസ അപ്രൂവ് ചെയ്യൂ. ഇങ്ങനെ 3 തവണ ഈ ഒരു വിസ അപ്രൂവലിന് വേണ്ടി പോകുന്ന വ്യക്തി ആരാണോ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവരുടെ മുഖം ഒന്ന് കണ്ടുകൊണ്ട് ആ ചെവിയിൽ പോയി ഇതുപോലൊന്ന് സ്വകാര്യം പറയാ നിങ്ങൾ. ഓക്കെ, ഇത് വളരെ പതുക്കെ വളരെ രസമായിട്ടാണ് പറയേണ്ടത്. ഓക്കെ, അങ്ങനെ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യം 3 തവണ പറഞ്ഞതിന് ശേഷം തിരിച്ചു വരിക. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ജോബ്. നിങ്ങളൊരു കമ്പനിയിൽ പോയി, നിങ്ങൾ അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്തു, അപ്പൊ അവരാണല്ലോ നമ്മളെ വിളിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പോയതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഒരു വ്യക്തി ആരാണ് നമുക്ക് ജോലി തരാൻ സാധ്യതയുള്ള വ്യക്തി എന്നുണ്ടെങ്കിൽ അവരുടെ മുഖം ഒന്ന് ഇമാജിൻ ചെയ്യുക, അവർ ഓഫീസിൽ ഇരിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ വളരെ റിലാക്സിങ് പൊസിഷനിലേക്ക് പോയിക്കൊണ്ട് അവരുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ വ്യക്തിയുടെ ചെവിയിൽ പോയിട്ട് നമ്മൾ ഗിവ് മീ ജോബ്, ഗിവ് മീ ജോബ്, എനിക്ക് ജോലി തരൂ, എനിക്ക് ജോലി തരൂ, എനിക്ക് ജോലി തരൂ എന്ന് 3 തവണ അവരുടെ എന്താ പറയാ ചെവിയിൽ പോയി സ്വകാര്യം പറയുക. അപ്പൊ അവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് യെസ് എന്ന് പറഞ്ഞ് തലാട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 5 കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം ഉൾപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ 2 വ്യക്തി ഇതുപോലെ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തർക്കമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ എവിടെയാണോ നമ്മൾ വളരെ റിലാക്സ് പൊസിഷനിലായിരിക്കണം നമ്മൾ. എന്നിട്ട് ആ വ്യക്തി ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ആ വ്യക്തിയുടെ ചെവിയിൽ 3 തവണ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറയുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്ത് സന്തോഷത്തോടെ അവർ തലാട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ട് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. ഇതിന് സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. വളരെ നിങ്ങൾ ഭയങ്കര പീസ്ഫുൾ മൈൻഡിലായിരിക്കണം, അല്ല ധൃതി പിടിച്ച് നമ്മൾ ചെയ്യരുത്. വളരെ റിലാക്സ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് വളരെ ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കണം. എന്നാലല്ലേ നമുക്കിത് ഇമാജിൻ ആ ഫ്രീക്വൻസിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ. ടെൻഷൻ അടിച്ച് നമ്മളിത് ചെയ്യരുത്. സന്തോഷത്തോടെ നമ്മൾ ഇത് വളരെ രസമായിട്ട് നമ്മളിത് ചെയ്യാം. ഭയങ്കര രസമല്ലേ, നമ്മൾ മറ്റൊരാളുടെ ചെവിയിൽ പോയിട്ട് എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള കാര്യമല്ലേ. എനിക്ക് ഭയങ്കര കൗതുകമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത് ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസം, ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുക. ഈ ഒരു ഇത് ഭയങ്കര സ്ട്രെസ്സോടൊന്നും കൂടെ ചെയ്യാണ്ട് ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുക. എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ, എന്നെ വിളിക്കൂ എന്ന് ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ അത് നല്ല രസത്തിൽ നമുക്ക് തിരിച്ച് റെസ്പോൺസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ്, വിസ്പർ ടെക്നിക് എന്ന് പറഞ്ഞ മെത്തേഡ്, ഇപ്പൊ നിങ്ങൾ ഒരു സാലറി ഹൈക്ക് ആയാലും ഇങ്ങനെ തന്നെ. ഓക്കെ, ആ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് പോയിട്ട് ഓക്കെ ഗിവ് മീ സാലറി ഹൈക്ക്, എനിക്ക് സാലറി ഹൈക്ക് തരൂ, സാലറി ഹൈക്ക് തരൂ, സാലറി ഹൈക്ക് തരൂ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവര് സന്തോഷത്തോടെ യെസ് എന്ന് പറഞ്ഞ് തലയാട്ടൊന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യണത് എന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ഇവിടെ വന്ന് തന്നെ കമന്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ടെക്നിക്ക് ഇനി നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഡു സപ്പോർട്ട് മീ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ടിട്ട് ദിസ് ഇസ് റോഷ്നി മാനം സൈനിങ് ഓഫ്.